إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. വേറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും ചിട്ടപ്പെടുത്തണം എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മരണം വരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മള് സൂറത്ത് ശറഹിന്റെ 94-ാമത്തെ സൂറത്തിന്റെ 5, 6, 7, 8 ആയത്തുകളാണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ആ അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, അർമാദിക്കുന്നു. അതിനിടയിൽ ചില പരീക്ഷണങ്ങളും കാര്യങ്ങളും വരും. അവിടെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. ഒരു കട്ടിയുള്ള വാതിൽ, നല്ല ഡോറാണ്. ആ ഡോറുണ്ടാക്കുന്നത് എന്തിനാ? ആരും അകത്തേക്ക് കയറാതിരിക്കാൻ, ഉള്ളിലുള്ളവർ പുറത്തേക്കാവാതിരിക്കാൻ. എന്നാൽ ആ ഡോറും തുറക്കാൻ ഒരു താക്കോൽ ഉണ്ടാവും, താക്കോൽ ദ്വാരമുണ്ടാകും. അതാണ് യുസ്ർ, സൗകര്യം എന്നാണ് യുസ്ർ എന്ന അറബി പദത്തിന് മറ്റൊരു ഭാഷയായി വന്നിട്ടുള്ളത്, എളുപ്പം. അപ്പൊ ആ രൂപത്തിൽ പ്രയാസം എന്നുള്ളത് ശാശ്വതമല്ല എന്നാണ് ഖുർആൻ ഈ പറഞ്ഞ ആയത്തിന്റെ ഒരു ആശയം. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യത്തെ നാം ആക്ഷേപിക്കാനോ കാരുണ്യത്തെ മറക്കുവാനോ കാരുണ്യത്തെ നാം ശപിക്കുവാനോ പാടില്ല. മാത്രല്ല, എപ്പോഴും ഒരാൾക്ക് പ്രയാസം ഉണ്ടാവുകയില്ല എന്നാണ്. അള്ളാഹു വലിയ ഒരു സൂചനയാണ് എന്ന ആയത്തിലൂടെ തൊട്ട് ശേഷം പറഞ്ഞ ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന ആയത്തിലും നമുക്ക് പഠിപ്പിച്ചത് വലിയ ഒരു സൂചനയാണ്, വലിയ ഒരു ഗുണപാഠമാണ്, വലിയൊരു ചിന്തയാണ്. 2 ആയത്തുകൾ ആവർത്തനമായിട്ട് ചിലർക്ക് തോന്നാറുണ്ടെങ്കിലും പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഒന്ന് ദുനിയാവിലെ എളുപ്പവും പ്രയാസവുമാണ്, മറ്റേ ആയത്ത് ആഖിറത്തിലെ എളുപ്പവും പ്രയാസവുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അള്ളാഹു പരലോകത്ത് നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു കുട്ടി, ഒരു മനുഷ്യൻ സൈക്കിള് പോകുമ്പോ സൈക്കിള് കയറ്റത്തിലാണെങ്കിൽ കയറ്റി ആ ചവിട്ടി കയറ്റാൻ പ്രയാസപ്പെടും. അപ്പോ ആ സൈക്കിൾ ചവിട്ടുമ്പോ നോക്കുക, എത്താനായി ഇനി കുറച്ചും കൂടെ കയറാനുള്ളൂ. അങ്ങനെ കയറി മുകളിലെത്തി ഇറങ്ങുമ്പോ ആ സൈക്കിളിന്റെ പെടല്, പെടൽ എന്നാണ് നമ്മൾ പറയാ, ആ കാല് വെക്കുന്ന പെടലിൽ കാല് വെച്ചൊരു ഇരുത്തുണ്ട്. ആ ഇറക്കത്തിൽ ഒരു സുഖം ആസ്വദിച്ച ഒരു സൈക്കിൾ യാത്ര കുന്നിറക്കത്തിൽ നടത്താറുണ്ട്. ഇതാണ് യുസ്ർ എന്ന് പറഞ്ഞാൽ. പ്രയാസത്തോടൊപ്പം ഉണ്ടാകും യുസ്ര, എളുപ്പമുണ്ടാകും.
അവിടെ രണ്ട് വിഷയമാണ്. ഒന്ന്, ഭാഷാപരമായി ചെറിയ ഒരു വിശദീകരണം ആവശ്യമാണ് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ. ഉമർലാന് പറഞ്ഞിരുന്നു, അറബി പഠിച്ചാലേ ഖുർആൻ പഠിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തഅല്ലമു അൽ അറബിയ്യ ഫഇന്നഹാ മിൻ ദീനികും എന്ന് ഉമർലാന് പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അറബി നമ്മൾ പഠിക്കണം. അറബി പ്രകാരം നമ്മൾ ഇംഗ്ലീഷിൽ പെൻ എന്ന് പറയുന്നു, ദ പെൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതേപോലെ അലിഫ്ലാമിന് പ്രത്യേകതയുണ്ട്. ഇവിടെ അലിഫ്ലാം ഉപയോഗിച്ചിട്ടാണ് പ്രയാസത്തെ ഇവിടെ ഖുർആൻ പറഞ്ഞത്. എന്നാൽ യുസ്ർ എളുപ്പത്തെ പറഞ്ഞപ്പോ അലിഫ്ലാം ഇല്ലാതെയാണ് പറഞ്ഞത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രയാസം ഒരുപാട് ഉണ്ടാവില്ല, എളുപ്പം ഒരുപാടുണ്ടാകും എന്നാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒരു പ്രയാസം, ഒരു നിശ്ചിതമായ പ്രയാസം, അതിന്റെ കൂടെ യുസ്റൻ ഒരുപാട് എളുപ്പമുണ്ടാകും. ഒരു കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ വിശദീകരണം മഅ എന്നാണ്. മഅൽ ഉസ്രിയാണ്. പ്രയാസത്തിന് ശേഷം എന്നല്ല, പ്രയാസത്തിന്റെ കൂടെ എന്നാണ്. പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകും. ഇതൊരു വിശ്വാസി നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ഒരു പ്രയോഗമാണ് അത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയപ്പോഴും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയപ്പോഴും ഒക്കെ മാനസികമായി തളരാതിരിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനമാണ്. അവർക്ക് അറബി മനസ്സിലായി, അവർ ആ അറബി ഭാഷ ഉൾക്കൊണ്ടു. അപ്പോ അവർക്ക് മനസ്സിലായി മഅൽ ഉസ്രി, പ്രയാസത്തിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ടാകും. പ്രയാസത്തിന് ശേഷമല്ല എളുപ്പം വരിക, പ്രയാസത്തിന്റെ കൂടെ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ, നാട്ടിൽ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടുന്ന ഒരു ആയത്താണ് ഇത്. നമ്മുടെ പരിചയക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നാം ഓടിക്കൊടുക്കേണ്ടുന്ന ആയത്താണ് ഇത്. പക്ഷെ അവർക്ക് ദേഷ്യം പിടിക്കും, ആയത്ത് ഒരുപാടുണ്ടാവും, അതെല്ലാവർക്കും ഓതാൻ പറ്റും എന്നവർ പറയും. അത് പറയാനുള്ള കാരണം അവർ ആ ആയത്തിന്റെ അറബി പഠിച്ചിട്ടില്ല. പറയുന്ന നമ്മളും അത്ര ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അപ്പോ പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുണ്ടാവുക, പ്രയാസത്തിന് ശേഷമല്ല. അത് നാം ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, സഹാബികൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. സഹാബികൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട ഒരു പണ്ഡിതൻ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലയാണ്. ഇമാം അഹ്മദ് ഹംബൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ തുല്യതയില്ലാത്ത പീഡനം എന്നാണ് ചരിത്രം പറയുന്നത്. ഇമാം അഹ്മദ് ഹംബൽ അദ്ദേഹം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുമ്പോ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മതാ നജിദു അർ-റാഹ, എപ്പോഴാണ് നമുക്ക് റാഹത്ത് ഉണ്ടാവുക, ഒരു എന്റർടൈൻമെന്റ്, ഒരു സുഖം, ഒരു ആസ്വാദനം, ഒരു റെസ്റ്റ് എപ്പോഴാണ് നമുക്ക് ലഭിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ദ വലഅ അവ്വലു ഖദമി ഫിൽ ജന്ന, നമ്മുടെ രണ്ട് കാലുകളും സ്വർഗത്തിൽ വെക്കുമ്പോഴാണ് നമുക്ക് വിശ്രമം ഉണ്ടാവുക. ഇത് ഈ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ രസകരമായ ഒരു സംഗതി വിശദീകരിക്കുന്നുണ്ട്. വളരെ രസകരമായി അദ്ദേഹം ഒരു കാര്യം വിശദീകരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് നമുക്ക് റിസ്ക് തന്നു, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട് എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ആദ്യം റിസ്ക് ലഭിച്ചത്, ഭക്ഷണം ലഭിച്ചത് ഒരൊറ്റ വഴിയിലൂടെയാണ്. ഏതാ വഴി? നമ്മൾ ആദ്യം എങ്ങനെയാ ഭക്ഷിച്ചത്? ഒരൊറ്റ വഴിയിലൂടെയാണ്. ഏതാ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പൊക്കിൽ കൊടിയിലൂടെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം രണ്ട് വഴിയിലൂടെ, ആ വഴി അള്ളാഹു മുറിച്ചു കളഞ്ഞു. എങ്ങനെ മുറിച്ച്? പ്രസവിക്കുന്നതോടുകൂടി പൊക്കിൽ കൊടി മുറിച്ചു. ആ വഴി അള്ളാഹു മുറിച്ചു, അടച്ചു കളഞ്ഞു. പിന്നെ മറ്റൊരു രണ്ട് വഴി തുറന്നു. ഒന്ന് പോയപ്പോ രണ്ടെണ്ണം വന്നു. ആ രണ്ട് വഴി ഏതാ? അദ്ദേഹം പറഞ്ഞു, ആ രണ്ട് വഴി എന്നുള്ളത് ഉമ്മയുടെ മുലപ്പാലാണ്. അങ്ങനെ അള്ളാഹ് ആ രണ്ട് വഴിയും അടച്ചു. പിന്നെ 4 വഴി തുറന്നു. അദ്ദേഹം 4 വ്യാഖ്യാനിച്ചത്, 4 വഴി എന്നുള്ളത് രണ്ടെണ്ണം ദ്രാവക രൂപത്തിലുള്ളതും രണ്ടെണ്ണം ഖരരൂപത്തിലുള്ളതും എന്നാണ്. ദ്രാവക രൂപത്തിലെ പാല്, വെള്ളം, അതാണ് അദ്ദേഹം പറഞ്ഞത്. പാലും വെള്ളവും രണ്ടെണ്ണം. പിന്നെ അദ്ദേഹം രണ്ടെണ്ണം എന്ന് പറഞ്ഞത് മാംസവും സസ്യവും. അപ്പൊ 2 ഖരവും 2 ദ്രാവകവും, അങ്ങനെ 4 വഴി വീണ്ടും അവന് ഭക്ഷണത്തിനായി തുറന്നു കൊടുത്തു.
ഈ 4 അടക്കപ്പെടും. ഈ 4 വാതിലുകളും അള്ളാഹു അടച്ചു കളയും. പിന്നെ 8 തുറക്കും. അത് സ്വർഗത്തിലെ 8 വാതിലുകളാണ്. ഇബ്നുൽ ഖയ്യിമിന്റെ വളരെ വിശദമായ ഒരു വിവരണമാണിത്. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അങ്ങനെ 8 വാതിലുകൾ തുറക്കപ്പെടും എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത് എന്നാണ്. അപ്പൊ ഞെരുക്കം എന്നുള്ളത് ഈ രൂപത്തിൽ ഞെരുക്കം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് കുട്ടിയെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നു, യാ ഗുലാം, കുട്ടി. ഒരു ഹദീസിൽ യാ ഗുലൈം, ചെറിയ കുട്ടിക്ക് വിളിക്കുന്ന ഹുലൈം എന്നാണ്. യാ ഹുലൈം എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. 4-5 ഉപദേശങ്ങൾ കൊടുത്തു. അതിൽ ഒന്ന് ഹിഫദില്ലാഹ് യഹ്ഫദുക് എന്ന് തുടങ്ങുന്ന ഹദീസാണ്. അതിൽ അവസാനം പറഞ്ഞ പ്രയോഗം ആരോടാ പറഞ്ഞത്? കുട്ടിയോടാണ്. വ ഇന്നൽ ഫറജ മഅൽ കർബി, സമാധാനം എന്നുള്ളത് മഅൽ കർബി, പ്രയാസത്തിന്റെ കൂടെയാണ് ഉണ്ടാവുക. വ അന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാകും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം. അങ്ങനെ റസൂലുള്ളാഹിയുടെ അവസാന കാലത്തും ഇതേപോലെ ഉണ്ടായി. റസൂലുള്ളാഹിയുടെ അവസാന കാലം വഫാത്തിന്റെ നേരമാണ്, ആ ലാസ്റ്റ് മൂമെന്റ് ആണ്. ആ നേരത്ത് മകൾ ഫാത്തിമ ബീവി അടുത്തുണ്ട്, ആയിഷ ബീവിയും അടുത്തുണ്ട്. അവര് റസൂലുള്ളാഹിയെ തടവി കൊടുക്കുന്നു, റസൂലുള്ളാഹിയുടെ നെറ്റിയിൽ നനച്ച തുണികൾ ഇട്ട് കൊടുക്കുന്നു. ചരിത്രങ്ങൾ നാം പഠിച്ചവരാണ്. ഈ സഫർ മാസത്തിൽ പഠിക്കേണ്ട ചരിത്രമാണ് വഫാത്തുൻ നബി എന്നുള്ളത്. സഫർ മാസത്തിന്റെ പകുതിയാകുമ്പോ പലരും റസൂലുള്ളാഹിയെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള വെമ്പൽ കൊള്ളുകയാണ്, നബിദിനം ആഘോഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിയുടെ വഫാത്തിനെ കുറിച്ചാണ് സഫറിലും റബീഉൽ അവ്വലിലും ചർച്ച ചെയ്യേണ്ടത്. കാരണം റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 12-നായിരുന്നു. ജനിച്ചതിൽ തീയതിൽ തർക്കമുണ്ട് എന്ന് മൗലിദ് കിതാബ് പോലും പറയുന്നുണ്ട്. അപ്പൊ ഈ നേരത്തെ റസൂലിന്റെ വഫാത്തിൽ രോഗം പിടിപെടുന്നത് സഫറിലായിരുന്നു. ഈ സഫർ മാസം രോഗം പിടിപെട്ടപ്പോ ഫാത്തിമ ബീവി അടുത്തുണ്ട് എന്നാണ്. ഫാത്തിമ ബീവി പറയുകയാണ്, വാ കർബ അബതാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ അവസാന കാലഘട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത് എന്ന് പറയുന്ന റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ എന്ന് പറയുമ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞ രംഗമാണ് വാ കർബ അബതാ, എന്റെ ഉപ്പാക്ക് വല്ലാത്ത വേദനയാണല്ലോ എന്ന്. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞ പ്രയോഗം ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന ആയത്തിന്റെ ഒരു വിശദീകരണമായി നാം ഉൾക്കൊള്ളേണ്ടതാണ്. ലൈസ അലാ അബീക, ഫാത്തിമ അബീകി, നിന്റെ ഉപ്പാക്ക് ഒരു വേദന ഉണ്ടാവൂല, ബഅദൽ യൗം, ഇന്ന് കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവൂല. ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. മരണത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ ഉടൻ എളുപ്പുണ്ടാവും. ആർക്കും എളുപ്പുണ്ടാവുക? അത് വിശ്വാസികൾക്ക് മാത്രം. അള്ളാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നുള്ളത്. ആ ഞെരുക്കം, ഒന്നാമത്തെ ഉസ്രി യുസ്റ എന്നുള്ള ദുനിയാവും, രണ്ടാമത്തെ ഉസ്രി യുസ്റ എന്നുള്ളത് ആഖിറത്തുമായി നാം ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോ യുസ്ർ എന്നുള്ളത് ഒരുപാട് വഴികളാണ്, നിരവധി വഴികളാണ്. പ്രയാസം ഒരു വഴിയിലൂടെ മാത്രമേ വരികയുള്ളൂ. നമ്മൾ പറയും എപ്പോഴും അടങ്ങാറാൻ, ഭ്രാന്തായി എന്ന് പറയും. കയ്യിൽ ചെറിയൊരു മുള്ളു തറച്ചാൽ, ഒരു വേദന വന്നാൽ, ഒന്ന് ചെത്തിപ്പോയാൽ, കത്തി കൊണ്ട് അല്പം ചെത്തിപ്പോയാൽ നമ്മൾ ബേജാറാവും. അത് പൊഴുക്കോ, പൊഴുത്ത എല്ലിന് ബാധിക്കോ, വേറെ എന്തെങ്കിലും പ്രശ്നമാവോ, അത് ടി അടിക്കണോ, ഇഞ്ചക്ഷൻ അടിക്കണോ, അടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാവോ, ഇങ്ങനെ ബേജാറാകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ വേദനകൾക്കും ഈ ക്ഷമയ്ക്കും നമുക്കുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ പ്രതിഫലമാണ്, അള്ളാഹുവിന്റെ അജറാണ്, അള്ളാഹുവിന്റെ കൂലിയാണ് എന്ന ഒരു ബോധനമാണ് നമുക്കുണ്ടാവേണ്ടത്. ഏതൊരു പ്രയാസങ്ങൾക്കും ഒരുപാട് എളുപ്പമുണ്ട്, പക്ഷെ ആ എളുപ്പം ആർക്കാണ് ലഭിക്കുക? ക്ഷമാശീലർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് വസ്തഈനു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിആനത്ത്, സഹായം തേടണം. എങ്ങനെ? ബിസ്വബരി വസ്വല, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടണം എന്ന് അതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചത് എന്നാണ്. മാത്രമല്ല നമുക്കറിയാം, അതേപോലെ തന്നെ തൊട്ടടുത്ത ആയത്താണ് ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് എന്നുള്ളതാണ് അല്ലേ? ഫഇദാ ഫറഗ്ത ഫൻസബ്, രണ്ടർത്ഥമാണ് ഫഇദാ ഫറഗ്ത എന്നുള്ള ആയത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന് സ്വാഭാവികമായി നാം കേൾക്കാറുള്ള വിശദീകരണമാണ്, ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പോകണം. തുടർച്ചയായി ഒരു വിശ്വാസി പ്രവർത്തനത്തിൽ നിരതമായിരിക്കണം, വെറുതെ ഇരിക്കാൻ പറ്റൂല.
മടിയനാവാൻ പറ്റൂല. എപ്പോഴും അമൽ ചെയ്യുന്നവനായിരിക്കണം വിശ്വാസി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഉറ്റുന്നവനായിട്ട് വിശ്വാസി മരണപ്പെടണം എന്നൊക്കെയാണ് വിശദീകരിക്കാറുള്ളത്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം, ദുന്യാവിന്റെ ശുഗലിൽ നിന്നും ദുന്യാവിന്റെ അമലിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഇനി ഒരു പണിയുമില്ല എന്ന് ഫ്രീ ആയി മനസ്സിനെ ഫ്രീ ആക്കിയിട്ട് വേണം ആരാധിക്കാൻ. നിന്റെ കൽബിനെ എന്ത് ചെയ്യാ? ഫ്രീ ആക്കുക, എല്ലാ ശുഗലിൽ നിന്നും മാറ്റി നിർത്തുക, എന്നിട്ട് നിസ്കരിക്കാൻ പോണം എന്നാണ്. ഒരു പ്ലേ ബട്ടൺ പോലെയല്ല നിസ്കാരം ഉണ്ടാവേണ്ടത്. പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുഷിപ്പടിക്കാതിരിക്കാൻ ഒന്ന് പാട്ട് വെക്കും, അല്ലെങ്കിൽ ഖുർആൻ വെക്കും, അല്ലെ? അങ്ങനെ പ്ലേ ബട്ടൺ വെക്കുന്നത് പോലെ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഒന്ന് നിസ്കരിച്ചേക്കാം എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കർമ്മമല്ല എന്ത്? നിസ്കാരം. പ്ലേ ബട്ടൺ കർമ്മമല്ല നിസ്കാരത്തിലൂടെ നാം നിർവഹിക്കേണ്ടത്. മറിച്ച് നമ്മുടെ പണികളൊക്കെ മാറ്റിവെച്ച് നിസ്കാരത്തിന് വേണ്ടി മാത്രമായി മുഴുകുവാനും ഒഴിഞ്ഞു നിൽക്കുവാനും തയ്യാറാവണം. അങ്ങനെ നീ നിന്റെ കൽബിനെ നീ ബാക്കി നിർത്താൻ തയ്യാറാവണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തുണ്ടല്ലോ, ഒരു മനുഷ്യനും അള്ളാഹു 2 കൽബ് കൊടുത്തിട്ടില്ല എന്നാണ്. ഡ്രൈവിംഗ് ചെയ്യുമ്പോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി എന്തിനാ? ശ്രദ്ധ തെറ്റിപ്പോകുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരാൾക്ക് 2 കൽബ് അല്ലാഹു കൊടുത്തിട്ടില്ല എന്നാണ്. എങ്കിൽ നിസ്കാരത്തിലേക്ക് പോകുമ്പോ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ആ ഭാരം മനസ്സിൽ നിന്നും ഇറക്കി വെക്കാതെ നിസ്കാരത്തിലേക്ക് പോയാൽ നിസ്കാരം ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കും പോലെയാവും. സംഗതി മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ രൂപത്തിൽ നിസ്കാരത്തിലേക്ക് പോവേണ്ടത്, ദിക്റിലേക്ക് പോവേണ്ടത്, ദുആയിലേക്ക് പോവേണ്ടത് നീ വിരമിച്ചതിന് ശേഷമാണ്. നിന്റെ മനസ്സിനെ ഫ്രീ ആക്കിയതിന് ശേഷമാണ്. മനസ്സിൽ നിന്നും എല്ലാത്തിനെയും എടുത്തു മാറ്റിയതിന് ശേഷമാണ്. ഒഴിഞ്ഞ കാലിയായ മനസ്സുമായി അള്ളാഹുവിലേക്ക് പോകുവാൻ തയ്യാറാവണം. എന്ന് പറയുന്നത് നാട്ടിവെക്കുക എന്നൊരർത്ഥം ഭാഷയിലുണ്ട്. അതായത് കൃത്യമായി സ്റ്റേണായി നിൽക്കാൻ തയ്യാറാവണം. നമ്മള് പഴയ കാലത്ത് നാട്ടിവെക്കുക എന്ന് പറയാറുണ്ട്, വേലി കെട്ടുക എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് അറിഞ്ഞോളന്നില്ല, അല്ലെ? അതിർത്തി കെട്ടാൻ വേണ്ടി നാട്ടകുത്തുക എന്ന് പറയാറുണ്ട്. അപ്പൊ ആ രൂപത്തിൽ കൃത്യമായി സ്ഥാപിക്കുന്നതിനെയാണ് ഫൻസബ് എന്ന് ഭാഷയിൽ പറയുക. നീ എങ്ങനെ ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നാട്ടിവെക്കാൻ തയ്യാറാവണം. അപ്പൊ വിരമിച്ചാലാണ് എല്ലാ പണിന്റെ ഇടയില് ആ ശ്രദ്ധ നിസ്കാരത്തിലേക്ക് വരാതെ നിസ്കരിച്ചാൽ ശരിയാവൂല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കാട്ടിക്കൂട്ടൽ നിസ്കാരമല്ല വേണ്ടത്. ശൈഖുൽ ഇബ്നു തൈമിയ്യയെ കുറിച്ച് ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം സുബഹി കഴിഞ്ഞ് കുറെ നേരം പള്ളിയിൽ തന്നെ ഇരിക്കുന്നതാണ്. കുറെ നേരം, ളുഹുർ വരെ എന്നൊക്കെ ചില ഉദ്ധരണികൾ കാണുന്നുണ്ട്. കുറെ നേരം ഇരിക്കും. അപ്പൊ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല ഉസ്താദ്, ആ ഗുരു ശിഷ്യ ബന്ധം കൂടിയാണ്, അല്ലെ? ആ ഒരു ഇപ്പം പറയണ്ടല്ലോ ശിശു സൗഹൃദ അന്തരീക്ഷം അങ്ങനെ പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ വന്ന് ചോദിക്കാണ്, ഉസ്താദ് കുറെ നേരമായാലും ഇരിക്കുന്നു, എന്താ എഴുന്നേൽക്കുന്നില്ലേ, എഴുന്നേൽക്കാനായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉസ്താദ് ഇബ്നു തൈമിയ്യ പറയുന്നത്, ഹാദിഹി ഗദ്വ, ഇത് എന്റെ പ്രാതലാണ്, ഇതെന്റെ പ്രാതലാണ്, ഇതെന്റെ രാവിലെയാണ്, ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതെന്റെ പ്രാതലാണ്. ഞാനിത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്കെന്തുണ്ടാവൂല? എനർജി ഉണ്ടാവൂല, എന്റെ എനർജി നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഈ ഇരുത്തം ജീവിതത്തിൽ ഒഴിവാക്കൂല. എന്തുകൊണ്ടാ? അവിടെയാണ് ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പോവുക. അപ്പൊ ആ അള്ളാഹുവിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്ത്? അടുത്തായത് അപ്പൊ അള്ളാഹുവിലേക്ക് നാം പോകുമ്പോ നമുക്കുണ്ടാകുന്ന എനർജി, ശൈഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ, ഞാൻ ഈ രാവിലെയുള്ള ഇരുത്തം ഒഴിവാക്കിയാൽ എന്റെ എനർജി നഷ്ടപ്പെടും. ആ ഒരു ഫീലിംഗ് ആണ് നിസ്കാരത്തിന് ഉണ്ടാവേണ്ടത്. ആ ഒരു ഫീലിംഗ് ആണ് രാവിലെയുള്ള ദിക്റുകൾക്ക് ഉണ്ടാവേണ്ടത്. ആ ഒരു ഫീലിംഗ് ആണ് രാവിലെയുള്ള ഖുർആൻ പാരായണത്തിന് നമുക്കുണ്ടാവേണ്ടത്. അതിന്റെ എനർജി നഷ്ടപ്പെടും. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ട്? ആ ആയത്ത് നമ്മൾ ഉൾക്കൊണ്ടവരാൻ അള്ളാഹു കൂടുതൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ എനർജി നിലനിർത്താൻ ശ്രദ്ധിക്കണം. മാത്രമല്ല നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂലോ. ഇഖാമത്ത് വിളി കേട്ടാൽ എന്ത് വേണം? നിസ്കാരത്തിലേക്ക് പോകണം. പക്ഷേ ഇശാ തയ്യാറാക്കപ്പെടുകയും ഇശാഇന്റെ ഇഖാമത്ത് വിളിക്കപ്പെടുകയും ചെയ്താൽ ഏതിനാ പ്രാമുഖ്യം? ഇശാ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിനാ പ്രാധാന്യം. ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഭക്ഷണം തയ്യാറാക്കി വെച്ചാൽ ഭക്ഷണത്തളികയുടെ മുന്നിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ശ്രദ്ധ ഉണ്ടാവൂല. എന്ന് പറഞ്ഞാൽ കാഷ്ടവും മൂത്രവും മലമൂത്ര വിസർജനം പിടിച്ചു നിർത്തിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് പോകാൻ പറ്റൂല. എന്തുകൊണ്ടാ? അള്ളാഹുവിലേക്ക് പോകുമ്പോ പ്രതീക്ഷയോടെ പോകണം, താല്പര്യത്തോടെ പോകണം, പ്രത്യാശയോടെ പോകണം. നമ്മൾ ഒരാളുടെ അടുക്കൽ 10,000 രൂപ കടം വാങ്ങാൻ പോകുമ്പോ എങ്ങനെയാ പോവുക? അയാളുടെ മുഖത്തോക്കി ചിരിക്കും, അല്ലെ? മുഖത്തോക്കി ചിരിക്കും, സംസാരിക്കും. അയാളുടെ മുഖത്ത് എനിക്ക് ഫോൺ വന്നാൽ ഞാൻ ആ ഫോൺ നോക്കൂല. കാരണം എന്താ? അയാളുടെ അതൃപ്തി എനിക്കുണ്ടാവാൻ പാടില്ല, ആ താല്പര്യം ഉണ്ടാവും. അള്ളാഹുവിലേക്ക് പോകുമ്പോ മലമൂത്ര വിസർജനം കെട്ടിപ്പിടിച്ചവനായി നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന ആയത്തിന്റെ താല്പര്യമാണ്. ഈ രൂപത്തിൽ നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും കാണിക്കുകയാണെങ്കിൽ അപ്പൊ എന്തുണ്ടാവും? പ്രയാസത്തിന്റെ കൂടെ എന്തുവരും? യുസ്ർ ഒരുപാട് എളുപ്പം വരും. യുസ്ർ ഒന്നേ ഉണ്ടാവുള്ളൂ, യുസ്ർ 2 എണ്ണമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. പ്രയാസം ഒന്നേ ഉണ്ടാവുള്ളൂ, എളുപ്പം 2 എണ്ണമാണ്. ചിലപ്പോൾ അത് ഒരുപാട് ആയി മാറും. അത് അവനവന്റെ ഈമാനും അവനവന്റെ മനസ്സും ആയുള്ള ബന്ധമാണത്. അതുപോലെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ എളുപ്പത്തിൽ മാറ്റി തരുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മളെല്ലാവരും എത്തും എന്നുള്ള ബോധം നിലനിർത്തി കൃത്യമായി ആരാധനയും പ്രാർത്ഥനയുമായി ജീവിതം മുന്നോട്ടേക്ക് നീക്കണേ എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മരണം വരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സൂറത്തു ശറഹിലെ 8 ആയത്തുകളായി 2 ആഴ്ചകളായി വിശദീകരിച്ചു. നമുക്ക് അറിയുന്ന വിഷയങ്ങൾ തന്നെ ഒന്നുകൂടി ചരിത്ര പശ്ചാത്തലത്തിലൂടെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നാം മനസ്സിലാക്കി. ഈ 2 ആഴ്ചത്തെയും ഖുതുബ നാം സ്വയം ഒരുപാട് തവണ കേൾക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അറിയുന്ന വിഷയമാണെങ്കിലും പലപ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസം കുറയുവാൻ കാരണമാകുന്ന സംഗതികളാണ് പരീക്ഷണം എന്നുള്ളത്. പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക എന്താണ്? രോഗം, അപകടം, കടമൊക്കെയാണ്. അല്ല, സാമ്പത്തികമായ അഭിവൃദ്ധിയും ആരോഗ്യവും ഒക്കെ പരീക്ഷണം തന്നെയാണ്. അപ്പൊ പരീക്ഷണ ഘട്ടങ്ങളിൽ നാം അള്ളാഹുവിനെ മറക്കുമ്പോൾ ഈ ഒരു സൂറത്ത് ആ ഉദ്ദേശ രൂപത്തിൽ കൃത്യമായി നാം മനസ്സിലാക്കുകയാണെങ്കിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുവാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിന്നിൽ നിന്നും ഒരാൾ ആ ഷാള് വലിച്ചപ്പോ കഴുത്ത് ഞെരിഞ്ഞു, വേദനിച്ചു. പക്ഷെ അയാളോട് ദേഷ്യം പിടിച്ചില്ല, ചിരിച്ചു. അതിന് കാരണം ഈ ആയത്ത് ഉൾക്കൊണ്ട ആളാവുമല്ലോ റസൂലുള്ളാഹ്, അതുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖുർആനാണ് എന്ന് പറയുമ്പോൾ ആ റസൂലുള്ളാഹിയുടെ ജീവചരിത്രങ്ങൾ നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാം പതറിപ്പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാനെ ഓർക്കാൻ, അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുവാനുള്ള മാർഗം ഒന്ന്
ഖുർആൻ വായിക്കുക, ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് സൂറത്ത് ശറഹ്. നിങ്ങളെല്ലാവരും ഈ ആയത്ത് ഒന്ന് വീട്ടിൽ പോയി അതിന്റെ അർത്ഥം മനസ്സിലാക്കി, വിശദീകരണം മനസ്സിലാക്കി, അമാനി മൗലവി പോലെയുള്ള തഫ്സീറുകൾ ഒന്ന് വായിക്കണം എന്ന് മനസ്സറിഞ്ഞ് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബിശ്റഹ്ലി സ്വദ്രി, അല്ലെ, അള്ളാഹു എൻ്റെ കൽബിന് നീ വിശാലം നൽകണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. അള്ളാഹുവെ എൻ്റെ മുതുകത്തുള്ള ഭാരം അത് ഏറ്റെടുക്കുവാനുള്ള ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അത്. ആ രൂപത്തിൽ റബ്ബിലേക്ക് എപ്പോഴും പ്രാർത്ഥനയുമായി മുന്നോട്ടേക്ക് പോകുവാൻ തയ്യാറാവുക. രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുണ്ടല്ലോ, അതൊക്കെ നാം കൃത്യമായി അനുസരിക്കുവാൻ, ചൊല്ലുവാൻ, പ്രഖ്യാപിക്കുവാൻ തയ്യാറാവുക. അലം നശ്റഹ് ലക സ്വദ്റക വവളഅന അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇദാ ഫറഗ്ത ഫൻസ്ബ് വഇലാ റബ്ബിക ഫർഗബ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا صلاتنا دعاءنا صيامنا وقيامنا. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى